മനുഷ്യൻ പണ്ട് കാലങ്ങളിൽ പ്രകൃതിയെയും അതിലെ ജീവികളെയും എത്രമാത്രം ആശ്രയിച്ചിരുന്നു എന്നറിയണമെങ്കിൽ ഈ കഥ കേട്ടാൽ മാത്രം മതി. ഒരു പ്രത്യേക തരം വേദന സംഹാരി എങ്ങനെയാണ് ഒരു നാട്ടിലെ മുഴുവൻ കഴുകൻ സമൂഹത്തെയും ഇല്ലാതാക്കിയത് എന്ന ദുരന്ത കഥയാണിത്. അതോടൊപ്പം ആ തെറ്റ് തിരുത്താൻ മനുഷ്യൻ നടത്തുന്ന ആത്മാർത്ഥമായ ശ്രമങ്ങളുടെ ഒരു പ്രതീക്ഷയുടെ കഥയും. 20-ാം നൂറ്റാണ്ടിന്റെ അവസാന നാളുകളിൽ ഇന്ത്യയുടെ ആകാശങ്ങളിൽ ആയിരക്കണക്കിന് കഴുകന്മാർ വട്ടമിട്ട് പറന്നിരുന്നു. അവ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ കാണപ്പെട്ടിരുന്ന ഒരു സാധാരണ കാഴ്ചയായിരുന്നു. ചത്ത മൃഗങ്ങളെ ഉടനടി വൃത്തിയാക്കി പ്രകൃതിയെ ശുദ്ധമാക്കുന്ന പ്രകൃതിയുടെ ശുചീകരണ തൊഴിലാളികളായിരുന്നു അവ. തെരുവുകളിലും വയലുകളിലും ചത്തുകിടക്കുന്ന കന്നുകാലികളുടെ ജഡങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ വൃത്തിയാക്കി രോഗങ്ങൾ പടരാതെ സൂക്ഷിച്ചിരുന്നത് അവരായിരുന്നു. കാഴ്ചയിൽ ഭീകരന്മാരാണെങ്കിലും അവർ മനുഷ്യന് നൽകിയിരുന്നത് വിലമതിക്കാനാവാത്ത ഒരു സേവനമായിരുന്നു. 1990കളുടെ തുടക്കത്തിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വിചിത്രമായ ഒരു പ്രതിഭാസം കണ്ടു തുടങ്ങി. കഴുകന്മാരുടെ എണ്ണം ക്രമാതീതമായി കുറയുന്നു. ആദ്യം ഇതാരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്നാൽ വർഷങ്ങൾ കടന്നു പോയപ്പോൾ ഈ കുറവ് വൻതോതിലായി. ഒരു കാലത്ത് ആകാശത്ത് നിറഞ്ഞു നിന്നിരുന്ന കഴുകന്മാർ ഒന്നോ രണ്ടോ ആയി ചുരുങ്ങി. ഈജിപ്ഷ്യൻ കഴുകൻ, ചുട്ടിക്കഴുകൻ, വെളുത്ത കഴുകൻ തുടങ്ങിയ പല ഇനങ്ങളും വംശനാശത്തിന്റെ വക്കിലെത്തി. ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി പോലുള്ള പക്ഷി നിരീക്ഷണ സംഘടനകൾ ഈ പ്രതിസന്ധിയുടെ കാരണം കണ്ടെത്താൻ പഠനങ്ങൾ ആരംഭിച്ചു. ആദ്യകാലങ്ങളിൽ ഇതിന്റെ കാരണം ആർക്കും മനസ്സിലായില്ല. പക്ഷികൾക്ക് എന്തെങ്കിലും അസുഖം വന്നതാണോ അല്ലെങ്കിൽ ആഹാരക്കുറവാണോ എന്ന് പലരും സംശയിച്ചു. എന്നാൽ 2003-ൽ പാകിസ്ഥാനിൽ നടന്ന ഒരു ഗവേഷണമാണ് ഈ ദുരൂഹതയുടെ ചുരുളഴിച്ചത്. ഡോക്ടർ വിഭു പ്രകാശ് ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിൽ കഴുകന്മാരുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ വില്ലനെ കണ്ടെത്തി. അത് മറ്റാരുമായിരുന്നില്ല, ഡൈക്ലോഫിനാക് എന്ന വേദന സംഹാരിയായിരുന്നു. കന്നുകാലികൾക്ക് സാധാരണയായി നൽകിയിരുന്ന ഒരു മരുന്നായിരുന്നു ഇത്. വേദന, പനി, നീർക്കെട്ട് എന്നിവ മാറ്റാൻ മൃഗ ഡോക്ടർമാർ വ്യാപകമായി ഈ മരുന്ന് ഉപയോഗിച്ചിരുന്നു. വില കുറഞ്ഞതും ഫലപ്രദവുമായതിനാൽ ഇതിന്റെ ഉപയോഗം വളരെ വേഗം വർദ്ധിച്ചു. എന്നാൽ ഈ മരുന്ന് കുത്തിവെച്ച കന്നുകാലികൾ ചത്തു കഴിയുമ്പോൾ അവയുടെ ജഡം ഭക്ഷിക്കുന്ന കഴുകന്മാരുടെ ശരീരത്തിൽ ഈ രാസവസ്തുവിന്റെ അംശം എത്തുന്നു. കഴുകന്മാരുടെ വൃക്കകൾക്ക് ഈ രാസവസ്തുവിനെ ദഹിപ്പിക്കാനുള്ള ശേഷിയില്ല. അതിനാൽ ശരീരത്തിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുകയും അത് വൃക്കകളുടെ പ്രവർത്തനം പൂർണ്ണമായി തകരാറിലാക്കി പക്ഷികളുടെ മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെറും 3-4 ദിവസങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് കഴുകന്മാർ ഇങ്ങനെ കൂട്ടത്തോടെ ചത്തൊടുങ്ങി. ഈ മരുന്നടങ്ങിയ 1% കന്നുകാലികൾ പോലും കഴുകന്മാരുടെ കൂട്ടവംശനാശത്തിന് കാരണമാകുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കഴുകന്മാർ ഇല്ലാതായതോടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ താളം തെറ്റി. ചത്ത മൃഗങ്ങളെ ഭക്ഷിക്കാൻ വേറെ ആരുമില്ലാതായി. തൽഫലമായി തെരുവുകളിൽ കന്നുകാലികളുടെയും മറ്റു മൃഗങ്ങളുടെയും ജഡങ്ങൾ ദിവസങ്ങളോളം അഴുകി. ഇത് വലിയ രീതിയിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. പകർച്ചവ്യാധികൾ, പ്രത്യേകിച്ച് പേവിഷബാധ അതിവേഗം പടർന്നു പിടിച്ചു. പേ ഇളകിയ നായകളുടെ എണ്ണം വർദ്ധിച്ചതും മനുഷ്യർക്കിടയിൽ രോഗങ്ങൾ പെരുകിയതും വലിയ സാമൂഹിക പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചു. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയ സർക്കാർ 2006-ൽ കന്നുകാലികൾക്ക് ഡൈക്ലോഫിനാക് ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചു. നേപ്പാളും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളും ഈ മരുന്ന് നിരോധിക്കാൻ തയ്യാറായി. ഈ മരുന്ന് ഉപയോഗിക്കുന്നതിന് പകരം മെലോക്സിക്കാം എന്ന മറ്റൊരു വേദന സംഹാരി ഉപയോഗിക്കാൻ തുടങ്ങി. മെലോക്സിക്കാം കഴുകന്മാരുടെ ശരീരത്തിന് ദോഷകരമല്ലെന്ന് പഠനങ്ങളിൽ തെളിയിച്ചിരുന്നു. എങ്കിലും മനുഷ്യർക്കായി വിപണിയിൽ ലഭ്യമായിരുന്ന വലിയ അളവിലുള്ള ഡൈക്ലോഫിനാക് മരുന്ന് ചിലർ അനധികൃതമായി കന്നുകാലികളിൽ ഉപയോഗിക്കുന്നത് ഒരു വെല്ലുവിളിയായി തുടർന്നു. ഇതിനെ നേരിടാൻ 2015-ൽ മനുഷ്യർക്കായുള്ള വലിയ കുപ്പികളിലെ ഡൈക്ലോഫിനാക്കിനും ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തി. അതുപോലെ തന്നെ കഴുകന്മാരുടെ സംരക്ഷണത്തിനായി നിരവധി പുതിയ പദ്ധതികളും ഗവേഷണങ്ങളും ആരംഭിച്ചു. ഇതൊരു പുതിയ സംരക്ഷണ മാതൃകയ്ക്ക് തുടക്കം കുറിച്ചു. ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി, ദി റോയൽ സൊസൈറ്റി ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ബേർഡ്സ് ചേർന്ന് സേവ് ഏഷ്യാസ് വൾച്ചേഴ്സ് ഫ്രം എക്സ്റ്റിൻഷൻ എന്ന പേരിൽ ഒരു വലിയ സംരംഭം തുടങ്ങി. ഈ സംരംഭത്തിന്റെ ഭാഗമായി ഇന്ത്യയിലുടനീളം കഴുകൻ പ്രജനന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ഹരിയാനയിലെ പിഞ്ചോർ, പശ്ചിമ ബംഗാളിലെ ബക്സ, മധ്യപ്രദേശിലെ ഭോപ്പാൽ, അസമിലെ ഗുവാഹത്തി എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. ഈ കേന്ദ്രങ്ങളിൽ വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിച്ച് അവയുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ശ്രമങ്ങൾ തുടങ്ങി. ഈ പക്ഷികൾക്ക് സ്വാഭാവികമായ സാഹചര്യങ്ങൾ ഒരുക്കിയാണ് പ്രജനനം നടത്തുന്നത്. പ്രജനനത്തിന് ശേഷം അവയെ കൂട്ടമായി വളർത്തി ക്രമേണ വനങ്ങളിലേക്ക് തുറന്നുവിടാനുള്ള ശ്രമങ്ങളും നടക്കുന്നു. ഇതൊരു ദീർഘകാല പദ്ധതിയാണ്. കാരണം കഴുകന്മാർ വളരെ പതുക്കെയാണ് പ്രജനനം നടത്തുന്നത്. കൂടാതെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കഴുകൻ സുരക്ഷാ മേഖലകൾ സ്ഥാപിച്ചു. ഈ മേഖലകളിൽ ഡൈക്ലോഫിനാക് മരുന്ന് വിൽക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. മൃഗസംരക്ഷകരെയും കർഷകരെയും ബോധവൽക്കരിക്കുന്നതിനും ഡൈക്ലോഫിനാക്കിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനും ഇത് വളരെ സഹായകമായി. ഓരോ ഗ്രാമത്തിലും മൃഗരക്ഷകർക്ക് മെലോക്സിക്കാം പോലുള്ള സുരക്ഷിതമായ മരുന്നുകളെക്കുറിച്ച് പരിശീലനം നൽകുകയും അവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു.
കർണാടക, തമിഴ്നാട്, കേരളം തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും കഴുകന്മാരെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. കർണാടകയിൽ ബെണ്ണാർഘട്ട ബയോളജിക്കൽ പാർക്കിൽ ഒരു പ്രജനന കേന്ദ്രം സ്ഥാപിക്കാൻ പദ്ധതിയുണ്ട്. കേരളത്തിൽ വയനാട്, മുതുമല വനമേഖലകളിൽ കഴുകന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഫലമായി പതുക്കെയാണെങ്കിലും കഴുകന്മാരുടെ എണ്ണം മെച്ചപ്പെട്ടു തുടങ്ങി. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഓരോ ജീവിക്കും അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്. ഒരു ചെറിയ വേദനസംഹാരി പോലും എങ്ങനെയാണ് ഒരു വലിയ പാരിസ്ഥിതിക ദുരന്തത്തിന് കാരണമായത് എന്ന് ഡൈക്ലോഫിനാക്കിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ ഒരു തെറ്റുമൂലം നഷ്ടമായ ഒന്നിനെ തിരികെ കൊണ്ടുവരാൻ മനുഷ്യൻ തന്നെ നടത്തിയ ഈ ശ്രമങ്ങൾ ലോകത്തിന് ഒരു പാഠമാണ്. ഇന്ന് ഇന്ത്യയുടെ ആകാശങ്ങളിൽ വീണ്ടും കഴുകന്മാരെ കാണുമ്പോൾ അതൊരു വലിയ പ്രതീക്ഷയുടെ ചിറകടിയാണ്. വംശനാശത്തിന്റെ വക്കിൽ നിന്ന് ഒരു ജീവിവർഗത്തെ രക്ഷിക്കാൻ മനുഷ്യന് കഴിയും എന്നതിന് ഒരു ഉദാഹരണമാണത്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരും ഇനിയും ശ്രദ്ധയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.